കല്യാണ സാരി കൊണ്ടുപോകണം. ഇതിപ്പോൾ എങ്ങനെ അമ്മ ഒരു കവറിൽ കൊണ്ടുപോവുക? അപ്പോൾ ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഒരു പെട്ടിയുണ്ട്, അച്ഛൻ കൊണ്ട് നടക്കുന്ന ഒരു പെട്ടി, മറ്റേ ബിസിനസ് ടൂറുകൾക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകുന്ന പെട്ടിയാണ്. അതായത് ഒരു ബ്രീഫ് കേസ്. ഞാനത് തിരഞ്ഞെടുത്തു. അതിൽ ഏട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ നിന്ന് ചില ഷർട്ട്, മുണ്ട്, ബെൽറ്റ്, മൊബൈല്, വാച്ച്, ID കാർഡ്, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു പെട്ടിയിലാക്കി അടച്ച് സേഫായിട്ട് എടുത്തു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ പെട്ടി എടുത്തു, അതിലെ സാധനങ്ങളൊക്കെ വേറൊന്നിലേക്ക് മാറ്റി, കല്യാണ സാരിയും ഒക്കെ ഡ്രസ്സുകളൊക്കെ അതിലാക്കി. എൻ്റെ വിഷുക്കണി ആയിരുന്നു. കാരണം ഉച്ചയ്ക്ക് എണീറ്റിട്ട് നേരെ പോയി കണ്ടത് കളയാണ്. എന്നിട്ട് May 12 ആയി കഴിഞ്ഞപ്പോൾ എൻഗേജ്മെൻറ്റും കഴിഞ്ഞു. ദെൻ ഒരു 6 മാസം പിന്നെ ഇരിക്കൽ, പിന്നെ വന്നു, പിന്നെ ഒരു 10-15 ദിവസത്തെ കാത്തിരിക്കൽ, എല്ലാം കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു. ആകെ ശ്രീ ഒരു പെണ്ണിനെ കണ്ടിട്ടുള്ളൂ. മോളും പറയണു അവൾക്കാകെ ഈ ഒരു ശ്രീരാജ് മാത്രമേ കാണാൻ ചെന്നിട്ടുള്ളൂ. കുറേ സാമ്യങ്ങൾ ഉണ്ട്. അച്ഛൻ്റെ പേര് ഇവിടെയും പ്രഭാകരൻ എന്നാണ്, അവിടെയും അച്ഛൻ്റെ പേര് പ്രഭാകരൻ. അവിടെ ശ്രീരാജ്, ശ്രീലക്ഷ്മി, അങ്ങനെ കുറേ ചേർച്ചകളും ഇപ്പോൾ ഈശ്വരൻ തീരുമാനിച്ചു വെച്ചത് അത് തന്നെയാണ്. ചേച്ചിക്ക് സാരി മാറ്റാൻ വേണ്ടി ചേച്ചിയുടെ വീട്ടിൽ പോകുമ്പം ആ ബോക്സ് ലോക്കായി പോയി, നമ്പർ ലോക്കായി പോയി. ഞാനൊരു 2-3 സംഖ്യയൊക്കെ പറഞ്ഞു കൊടുത്തു. 3 നമ്പറുകളാണ്. 000 അടിക്കൂ, 222 അടിക്കൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷെ അതൊന്നും തുറന്നില്ല. പെട്ടെന്ന് ശ്രീയേട്ടനോട് ചോദിച്ചു, നിനക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് പേരമ്മ ചോദിച്ചപ്പോഴാണ് ശ്രീയേട്ടൻ പറഞ്ഞത് നമുക്ക് എന്തിനെല്ലാം ലോക്ക് തുറക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് അവസാനം വല്ല ടൂൾസ് എടുത്തൊന്ന് വെട്ടി പൊളിക്കാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു മനസ്സിൽ ഒരു നമ്പർ ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, 520. ഏട്ടൻ പോയിട്ട് തന്നെ ഒരു 10 വർഷം കഴിഞ്ഞു. ഈ 10 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഈ നമ്പർ എങ്ങനെയാണ് മോൻ ആ സമയത്ത് ഓർമ്മ വന്നതെന്ന് ആലോചിക്കുമ്പോൾ ഞങ്ങൾക്കതൊരു വലിയൊരു അതിശയമായിട്ടും ഏട്ടൻ്റെ ഒരു സാന്നിധ്യമായിട്ട് തന്നെയും ആണ് അത് ഫീൽ ചെയ്തത്. അപ്പൊ പേരമ്മ പറയണ്ടായി, നിന്റെ അച്ഛൻ വന്ന് നിന്നെ ഹെൽപ്പ് ചെയ്തതാണ്, അച്ഛന്റെ പ്രസൻസ് കൂടെ. ഇതാണ് ഞങ്ങളൊന്നും തീരുമാനിക്കണേ, പേരമ്മയൊക്കെ തീരുമാനിക്കണേന് മുന്നേ പുള്ളി തീരുമാനിച്ചു, ഇതാണ് ഞാൻ കെട്ടു ഇതിന്. പിന്നെ അങ്ങോട്ട് പ്രേമിച്ച് നടക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു ഒരു വെഡിങ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വെഡിങ് ആൻഡ് പ്രീ വെഡിങ് എക്സ്പീരിയൻസ് എല്ലാം കൂടെ കാത്തിരിപ്പായിരുന്നു കുറേ, ഒരു 6 മാസത്തോളം. ഇനി കാത്തിരിപ്പിലേക്ക് പോവാണല്ലോ. അപ്പോൾ ഉള്ള സമയം എൻജോയ് ചെയ്യുക, നല്ല മെമ്മറീസ് ഉണ്ടാക്കുക.
വെല്ലിച്ചനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇത് ഭയങ്കര ഗ്രാൻഡ് ആക്കിയേനെ. വെല്ലിച്ചൻ ശരിക്കും പറഞ്ഞാൽ വെല്ലിച്ചനെ ആ വീട് മൊത്തം ഞങ്ങളെല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. അതൊരു വലിയ സങ്കടമാണ്. ബട്ട് വെല്ലിച്ചൻ്റെ അനുഗ്രഹം എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതാണ്. സത്യം പറഞ്ഞാൽ ഒരുപാട് കാലം കൂടിയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു പെൺകുട്ടി വരിക, അത് ആലോചിക്കുമ്പോൾ വേറൊരു വിഷമമുണ്ട് കേട്ടോ. ഏട്ടനും പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനിങ്ങനെ ഓർക്കൊരു മോള് വന്നപ്പോൾ ഏട്ടനില്ലല്ലോ എന്നുള്ളതൊരു സങ്കടമുണ്ട്. എന്നാലും ആ ഒരു പെൺകുട്ടി വീട്ടിൽ വന്നപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും ഐശ്വര്യവും എല്ലാം നമ്മളിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. എന്തായാലും കുട്ടികൾ നന്നായിട്ട് നല്ല സന്തോഷമായിട്ട് അവർക്ക് ജീവിക്കാൻ കഴിയട്ടെ, ദീർഘായുസ്സോടെ ഇരിക്കാൻ കഴിയട്ടെ, അത് കാണാനുള്ള ഭാഗ്യം എനിക്കും ഉണ്ടാവട്ടെ. അതൊക്കെയാണ് എൻ്റെ പ്രാർത്ഥന.